പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ കുണ്ട്രയിലെ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് PC വിശ്വനാഥ്, ദ യങ് ബ്ലഡ് ഈസ് വിത്ത് us. PC, ഇപ്പോ ഇനി 4 ദിവസം കൂടിയേ ബാക്കി. നല്ല ചൂടാണ് അന്തരീക്ഷത്തിൽ. തെരഞ്ഞെടുപ്പ് രംഗവും ചൂടുപിടിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പ്രത്യാരോപണങ്ങൾ. LDF പ്രകടന പത്രിക, UDF പ്രകടന പത്രിക ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് പ്രകടന പത്രികയൊക്കെ വായിച്ചായിരിക്കും വോട്ടെഴുതാൻ പോകുന്നത്. എന്താണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് ഫ്രം ഗ്രൗണ്ട്? ഗ്രൗണ്ട് വളരെ അനുകൂലമാണ് UDFന്. പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ ഉണ്ടായിരുന്ന ഒരു അനുകൂലമുണ്ടായിരുന്നു. പിന്നീട് ഒരു 2 മാസം ഗവൺമെന്റിന്റെ ഒരു ഭയങ്കര PR ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ പരസ്യങ്ങളുടെ ഒരു വെള്ളപ്പൊക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാലത്തും ഉണ്ടാകാത്ത രൂപത്തിൽ ഗവൺമെന്റ് മെഷീനറിയെ തെരഞ്ഞെടുപ്പിന്റെ സമ്പ്രദായങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ച ഒരു സമയമായിരുന്നു. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരുന്നു. ആ 2 മാസത്തെ ഒരു പ്രതീതി സൃഷ്ടിക്കൽ കഴിഞ്ഞ് വീണ്ടും തെളിയുമ്പോഴത്തേക്ക് വീണ്ടും ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് എല്ലാ മേഖലയിലും. ഇപ്പൊ ഞങ്ങളുടെ ഈ കുണ്ട്ര, കൊല്ലം എന്നൊക്കെ പറഞ്ഞ കശുവണ്ടി തൊഴിലാളികളുടെ ഒരു മേഖലയാണ്. ഗവൺമെന്റിന് എടുത്തു പറയാവുന്ന ഒരു കാര്യവും അവർക്ക് വേണ്ടി ചെയ്തതായിട്ട് പറയാൻ കഴിയില്ല. 2.5 ലക്ഷം കുടുംബങ്ങൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ്. സെക്ടർ 10 കൊല്ലം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി. കൊല്ലം ജില്ലയുടെ ഒരു അടിസ്ഥാന പ്രശ്നം കശുവണ്ടി വ്യവസായത്തിന്റെ തകർച്ചയാണ്. അപ്പൊ അതൊരു സെക്ടറാണ്. മത്സ്യത്തൊഴിലാളികൾ തീരദേശത്ത് ഈ ഗവൺമെന്റിനെതിരാണ്. കയർ തൊഴിലാളികൾ ഈ ഗവൺമെന്റിനെതിരാണ്. ഗവൺമെന്റ് സൃഷ്ടിക്കുന്ന ഒരു പ്രതീതി ഉപരിപ്ലവമാണ്. നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് ചെല്ലുമ്പോൾ ആരും സാറ്റിസ്ഫൈഡ് അല്ല. അതായത് ഒരു പ്രതീതി മാത്രമേ ഉള്ളൂ, യാഥാർത്ഥ്യം വേറെയാണ്. അതെ, പ്രതീതി മാത്രമേ ഉള്ളൂ. ആ പ്രതീതി ജനിപ്പിക്കൽ ഇതൊരു ഇന്ത്യ ഷൈനിങ് പോലെയുള്ള സമാനമായ ഒരു പ്രതീതി ജനിപ്പിക്കൽ. പ്രമോദ് മഹാജന്റെ അന്നത്തെ ക്യാപ്ഷൻ പോലെ ഈ തുടരും LDF എന്നുള്ളതും മാറുമോ? 2 തവണയും LDFന്റെ മുദ്രാവാക്യങ്ങളിൽ ഒരു അല്പം വിനയമെങ്കിലും ഉണ്ടായിരുന്നു. എന്താണ് ആദ്യത്തേതിനകത്ത് LDF ഒരു എല്ലാ ശരിയോ ഒരു ഉറപ്പാണ്. ഇപ്പൊ അതല്ല, ഇപ്പം മുണ്ടൊക്കെ മടക്കി കുത്തി ആരുണ്ടോ LDF മറ്റാരുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ലൈനായി. ഇതെന്ന് വെച്ചാൽ ഈ 10 കൊല്ലം കൊണ്ട് എത്തിയ ഒരു ധാർഷ്ട്യത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് മുദ്രാവാക്യത്തിൽ പ്രതിഫലിക്കുന്നത്. അറിയാതെ പ്രതിഫലിച്ചു പോയതാണ്. ആരുണ്ട് മറ്റാരുണ്ടാ ഉണ്ടെങ്കിൽ പാടാന്നൊക്കെ പറയുന്ന ഒരു രൂപത്തിലായി. അപ്പൊ അതായത് ഈ 10 കൊല്ലം എങ്ങനെയാണ് പാർട്ടിയെ, പാർട്ടി കേഡറിനെ, പാർട്ടി നേതൃത്വത്തെ അഹങ്കാരികളാക്കിയത് എന്നത് അറിയാതെ വന്ന് ഭവിച്ചതാണ് ഈ മുദ്രാവാക്യം. ഈ കുണ്ട്ര മണ്ഡലത്തിലേക്ക് വന്നാൽ സജി അവിടെ പ്രാദേശികമായിട്ടുള്ളൊരു നേതാവാണ്. കശുവണ്ടി മേഖലയിലേക്ക് അദ്ദേഹത്തിന് ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അങ്ങേക്ക് സംഘടനാപരമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അതിനൊപ്പം അങ്ങേക്ക് സമയം ചെലവഴിക്കേണ്ടി വന്നു. മണ്ഡലത്തിലും അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോ അത് രണ്ടും അങ്ങേക്ക് ഒരു വെല്ലുവിളിയായിട്ടുണ്ട്. ഇപ്പോൾ പ്രാദേശിക നേതാവ് ആണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്തിയാണ് താങ്കൾ വരുന്നത് എങ്കിൽ പോലും. അല്ല, ഞാൻ എപ്പോഴും എന്റെ എതിരാളികളെ ബഹുമാനിക്കുന്ന ഒരാളാണ്. എനിക്ക് മുമ്പ് മത്സരിച്ച മേഴ്സിക്കുട്ടിയമ്മയും 87 മുതൽ കുണ്ട്രയുടെ MLA ആയിരുന്ന ആളാണ്. 87 കോപ്പിൽ രവിയാണ് അവർ പരാജയപ്പെടുത്തിയത്. പിന്നീട് അവർ വീണ്ടും 91 മത്സരിച്ചു, പിന്നെ 96 മത്സരിച്ചു, 2001 മത്സരിച്ചു, പിന്നീട് അവർ 2016 മത്സരിച്ചു. അപ്പം കുണ്ട്ര അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ എതിരാളിയെയും ബഹുമാനത്തോടെയാണ് കാണുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലം ഈ പറഞ്ഞ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചു. അങ്ങേക്കറിയാമല്ലോ, ഒരാൾ MLA എന്ന നിലയിൽ സാമാജികൻ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. ഒന്ന് നിയമസഭാ പ്രവർത്തനം. കേരളത്തിന്റെ നിയമസഭയിൽ ഏറ്റവും നിയമസഭാ സ്പീക്കർ ഷംസീർ തന്നെ ഒരു അപ്രീസിയേഷൻ പറഞ്ഞു. ഞാൻ അപ്രതീക്ഷിതമായിട്ടാണ് അത് കേട്ടത്. സ്പീക്കർ വേണമെങ്കിൽ വേറൊരു പാർട്ടിക്കാരനാ, പറയാതിരിക്കാം. ഞാൻ അവരുടെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ പോകുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഈ കഴിഞ്ഞ നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ച സാമാജികൻ ഞാനാണ്. 1ാം കേരള സഭ മുതൽ ഈ 15ാം സഭ വരെയുള്ള ചരിത്രത്തിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത അടിയന്തര പ്രമേയം അവതരിപ്പിച്ച സാമാജികന് 57 മുതൽ എടുത്തത് ഞാനാണ്. എന്റെ നിയമസഭാ പ്രവർത്തനം വളരെ കൃത്യമായി ഞാൻ മാത്രമല്ല നമ്മുടെ സർവേയിലും നിയമസഭയിൽ ഇടപെട്ട ആ പ്രവർത്തനത്തിൽ PC വിശ്വനാഥിന് നല്ല റാങ്കാണ്. പിന്നെ MLA എന്ന നിലയിലുള്ള പ്രാദേശിക പ്രവർത്തനം, MLA ഫണ്ടിന്റെ വിനിയോഗത്തിൽ ഇപ്പൊ അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ടിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് പോലും പരിശോധിക്കാം. കൊല്ലം ജില്ലയിലെ 11 MLA-മാരിൽ 1ാം സ്ഥാനത്ത് കുണ്ട്ര MLA ആണ്. ഇപ്പോ സജിമോനാണെങ്കിലും ബാക്കിയുള്ളവർ അവിടെ തൊട്ട് മുമ്പ് ഞങ്ങളോട് പറഞ്ഞിട്ട് കുറച്ച് ഹൈമാസ്ക് ലൈറ്റ് വെച്ചു എന്നതിനപ്പുറം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഇതാണ് പ്രശ്നം ഇവരുടെയൊക്കെ. നമ്മൾ എന്തിനാണ് ഒരു സ്ഥാനാർത്ഥിയോ ജനങ്ങൾ ജയിപ്പിച്ച ഒരു MLA-യോ ഇങ്ങനെ ഇകഴ്ത്തുന്നത് വരി പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടത്തില്ല. കാരണം ഞാൻ ഹൈമാസ് ലൈറ്റ് അല്ല, ഹൈമാസ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പതിറ്റാണ്ടുകളായി 122 വർഷമായി ഈ കുണ്ട്രയിൽ ട്രെയിൻ ഓടി തുടങ്ങിയിട്ട്. 3 മേൽപ്പാലങ്ങൾ പ്രധാനമായിട്ട് വേണമായിരുന്നു. ഈ പള്ളിമുഖ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് അതിന് ഏജൻസിയെ തീരുമാനിച്ച് ഭരണാനുമതി കൊടുത്ത് 43 കോടി രൂപ അനുവദിപ്പിച്ച് റെയിൽവേയുടെ അംഗീകാരം വാങ്ങി
6-1 നോട്ടിഫിക്കേഷൻ ഇറങ്ങി, സ്ഥലമേറ്റെടുപ്പ് തുടങ്ങി, പാലം യാഥാർത്ഥ്യമാകണം. മാത്രമല്ല, കുണ്ട്രയിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ട് വില്ലേജ് ആയിട്ട് മാറി. കണ്ണനല്ലൂർ ടൗൺ വികസനം യാഥാർത്ഥ്യമായി. ഇളവൂർ പാലം പോലെയുള്ള പതിറ്റാണ്ടുകളുടെ ആവശ്യം യാഥാർത്ഥ്യമായി. കണക്ട് കുണ്ട്ര എന്ന് പറഞ്ഞത് കേരളത്തിലെ 139 MLA-മാരും മാതൃകയാക്കേണ്ട ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി കുണ്ട്രയിൽ വന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ മേഖലയിലും 5 പഞ്ചായത്തിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ സ്റ്റേഡിയങ്ങൾക്ക് പണം അനുവദിച്ചു. അപ്പം ഈ ഇതിനകത്തെല്ലാം സ്റ്റേറ്റിന്റെ കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ടെന്നുള്ളതാണ് LDFന്റെ വാദം. എത്ര ബാലിശമാണത്. പിന്നെ MLA-മാർക്ക് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ അല്ലാതെ അമേരിക്കൻ ഗവൺമെന്റിന്റെ സഹായം കിട്ടുമോ? അല്ലെങ്കിൽ കേരളത്തിലെ MLA-മാർക്ക് MK സ്റ്റാലിന്റെ സഹായം കിട്ടും? എന്റെ അരുൺ, നമ്മളിപ്പോ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എന്താണ്? കേരളം കേന്ദ്രത്തിന് കൊടുക്കുന്ന നികുതിയുടെ ഷെയർ കേന്ദ്രം കേരളത്തിന് നൽകുന്നില്ല. സെയിമാണ് കുണ്ട്ര കേരളത്തിന് പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് കൊടുക്കുന്ന നികുതിയുടെ ഷെയർ അതിന് ആനുപാതികമായി ലഭിക്കുന്നില്ല. അത് പിടിച്ചു വാങ്ങിക്കുകയാണ്. അങ്ങനെ ലഭിക്കുന്നതാണിത്. ഞാൻ ചോദിക്കട്ടെ, ഈ ചന്ദനത്തോപ്പ് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ കരിക്കോട് കഴിയുമ്പോ നമ്മള് അടുത്ത കോൺസ്റ്റിറ്റ്യുവൻസിലേക്ക് കയറും. നൌഷാദിന്റെ മണ്ഡലത്തിലെ MLA ഫണ്ട് MLA ഫണ്ടാ, മുകേഷിന്റെത് MLA ഫണ്ടാ, പക്ഷെ കുണ്ട്രയിൽ അത് സർക്കാരിന്റെ ഫണ്ടാ. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് താങ്കൾ. UDF വരും എന്ന ആത്മവിശ്വാസം താങ്കൾ എപ്പോഴും പങ്കുവയ്ക്കാനുള്ള പിറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മവിശ്വാസം എന്താണ്? ഞാൻ UDFന്റെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞയിലേക്ക് റിപ്പോർട്ടർ TVയുടെ മേധാവി, വാർത്താ മേധാവി ആയിട്ടുള്ള ശ്രീ അരുൺകുമാറിനെയും പ്രസാദിനെയും ജയശങ്കറിനെയും എല്ലാം ഞാൻ ക്ഷണിക്കുകയാണെന്നേ. ഞങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങൾ ആ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. എന്താണ് കോൺഫിഡൻസ്? ജനങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള കോൺഫിഡൻസ്. ഞങ്ങൾ എത്ര ഇലക്ഷൻ ആയെന്നേ, എനിക്ക് 48 വയസ്സേ ഉള്ളൂ. പക്ഷെ ഞാൻ മത്സരിക്കുന്ന 5ാമത്തെ നിയമസഭാ ഇലക്ഷനാണ്. നമ്മൾ തോറ്റ ഇലക്ഷനിലും ജയിച്ച ഇലക്ഷനിലും ജനങ്ങളെ കണ്ടവരാണ്. അപ്പോഴും ഞാൻ ക്രിട്ടിക്കലായി ചോദിച്ചാൽ, പെൻഷൻ കൃത്യമായിട്ട് കൊടുത്തു, 2500-ൽ 2000 കൊടുത്തു. അത് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടാണ് ഈ സർക്കാർ പോകുന്നത്. അതാണ് അവരുടെ ക്യാമ്പയിൻ. UDF വന്നാൽ പെൻഷൻ കിട്ടില്ല എന്നൊരു പ്രചരണം വളരെ സജീവമാണ്. ആളുകൾ എടുക്കില്ല. കാരണം പബ്ലിക്കിന്റെ അവയർനെസ്സിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിൽ പറ്റുന്ന ഒരു പാളിച്ചയാണിത്. ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത് പോലെ ഇതെല്ലാം പ്രഖ്യാപിച്ചിട്ടല്ലേ പഞ്ചായത്ത് ഇലക്ഷന് പോയത്? ജനം എടുക്കൂല. കാരണം എന്താ? നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്? ഞങ്ങൾ 2500 രൂപ പെൻഷൻ ആക്കുമെന്ന് 2021-ൽ പറഞ്ഞു. എന്നിട്ട് 4.25 കൊല്ലവും ഒരു 100 രൂപ പോലും കൂട്ടാതെ തെരഞ്ഞെടുപ്പിന് ഒരു 2 പഞ്ചായത്ത് ഇലക്ഷൻ ഒരാഴ്ചക്ക് മുമ്പ് അതിൽ 400 രൂപ കൂട്ടി. അതിപ്പോ കൊടുക്കാൻ പോവുകയാണ്. അതിന്റെ പേരിലൊന്നും നിങ്ങൾക്ക് ആളുകളുടെ ഇത്തരത്തിലുള്ള സാക്ഷരത ഭയങ്കരമാണ്. 21-ലെ തുടർഭരണത്തെ ഒരു അസാധാരണ സാഹചര്യമായിട്ടാണോ നിങ്ങൾ ഇപ്പോഴും പിന്നെ ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാമാരിയിൽ പകച്ചുപോയൊരു ജനത സർക്കാരിൽ പൂർണ്ണമായി ഡിപ്പെൻഡന്റ് ആയി. നിങ്ങൾക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് അടുത്ത പഞ്ചായത്തിൽ പോകണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുവാദം വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഗവൺമെന്റിന്മേൽ ജനങ്ങൾ അവരുടെ ജീവിതത്തെ കൊണ്ട് കെട്ടിയിട്ട ഒരു കാലത്ത് നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു ഫലത്തെ എടുത്തിട്ട് അയ്യോ അത് മാറിയല്ലോ. സമരം ചെയ്യാൻ പറ്റുമായിരുന്നു. 4 പേര് പ്ലക്കാർഡ് പിടിച്ചു നിൽക്കുന്നല്ലായിരുന്നു സമരം. ഏത് കാര്യമാണ് എല്ലാ ദിവസവും വൈകുന്നേരം മുഖ്യമന്ത്രി വന്ന് പറയുന്നതിൽ നിന്നും മനുഷ്യന്റെ ജീവിതം പോകുന്നതിലേക്ക് മാറി, രക്ഷകനിൽ നിന്നും മാറി സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി ആളുകളെ സംരക്ഷിക്കുന്ന ഒരാളിലേക്ക് ഇമേജ് മാറ്റപ്പെട്ടു പോയി. ഈ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ളയും പ്രതിഫലിക്കും, ആറ്റിറ്റ്യൂഡുകൾ പ്രതിഫലിക്കും എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഈ വികസനം എന്ന് പറയുന്ന ഒരു വലിയ ഒരു പ്രചരണം നടത്തുന്നുണ്ട്. അതിനെ എങ്ങനെ മറികടക്കും? റോഡെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയട്ടെ, ഈ 10 വർഷം സാധാരണ ഒരു അടുത്ത കാലത്ത് ഒരു ഗവൺമെന്റിനും കിട്ടിയിട്ടില്ല. എനിക്കൊന്ന് അച്യുതമേനോനാണ് ഒരു തുടർച്ച കിട്ടിയത്. ഒരു 10 വർഷം കിട്ടിയിട്ട് പോലും ഇവർ പൂർത്തിയാക്കിയ കേരളത്തിൽ ഒരു മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിന്റെ പേര് പറ. വാട്ടർ മെട്രോ എന്ന് പറയും. അത് പൂർത്തിയായില്ലല്ലോ. പൂർത്തിയായിരുന്നെങ്കിൽ ഈ കൊല്ലം കോട്ടപ്പുറം പൂർത്തിയായിരുന്നില്ല. അവർ പറയുന്ന വാട്ടർ മെട്രോ, കൊച്ചിയിലുള്ള വാട്ടർ മെട്രോ, കൊച്ചി വാട്ടർ മെട്രോ പൂർത്തിയായോ? വാട്ടർ മെട്രോ ഏകദേശം വന്ന് മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ഞാൻ പറഞ്ഞപ്പോ വിഴിഞ്ഞം പോലെ, കണ്ണൂർ വിമാനത്തിൽ, കൊല്ലം കോട്ടപ്പുറം അവർ കൊണ്ടുവന്ന ഒരു ജലപാത പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഈ പറഞ്ഞ കൊച്ചി മെട്രോ പോലെ, കണ്ണൂർ വിമാനത്താവളം പോലെ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പോലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജെങ്കിലും പുതിയതായിട്ട് ഇവര് കല്ലിട്ട്, ഇപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കല്ലിട്ട് പൂർത്തിയാക്കിയതുപോലെ,
പാലക്കാട് മെഡിക്കൽ കോളേജ് കല്ലിട്ട് പൂർത്തിയാക്കിയതുപോലെ LDF പറയുമ്പോൾ അതിന് ഇങ്ങനെ പ്രതിരോധിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ആളുകൾക്ക് അറിയാൻ കഴിയുന്നുണ്ടെന്നേ. പിന്നെ അത് മാത്രമല്ല, എനിക്കറിയാത്ത കാരണങ്ങൾ കൂടിയുണ്ട് ഇവരോട് ആളുകൾക്ക് വെറുപ്പ് തോന്നാൻ. അത് ആറ്റിറ്റ്യൂഡാണ്, ബോഡി ലാംഗ്വേജും. അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് അങ്ങനെ ആവുന്നുണ്ട്. ഇത് മുകളിൽ തട്ടിലെ നേതാക്കന്മാർക്ക് മാത്രമല്ല, ഈ താഴെത്തട്ടിൽ ഇതിനെ കൊണ്ടു നടക്കുന്നവരിലേക്ക് വരെ അറിയാതെ ഈ സാധനം പിന്നെ കുത്തി മറ്റാരും അത് നമ്മുടെ ഒരു പ്രശ്നമാണോ യഥാർത്ഥത്തിൽ? അല്ലാതെ ഞാനിപ്പോ റിപ്പോർട്ടറിലാണ് ആദ്യമായിട്ട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഞാനത് എവിടെയും പ്രസംഗിച്ചിട്ട് പോലുമില്ല. എനിക്കിപ്പോ ഇവിടെ ഇരുന്നപ്പോ തോന്നിയതാണ്, സത്യസന്ധമായി പറയാണ്, ഈ മുദ്രാവാക്യത്തിൽ പോലും ഒരു അഹങ്കാരം ജനിക്കുന്നില്ല. തങ്ങളല്ലാതെ വേറെ ആരുണ്ടെന്ന് ചോദിക്കുന്നത് ഒരു ജനാധിപത്യ വിരുദ്ധതയാണ്. കൊല്ലത്തെ എല്ലാവരെയും കൂടെ ചേരുന്നതാണല്ലോ ജനാധിപത്യം. കൊല്ലത്തെ കഴിഞ്ഞ തവണ 2 സീറ്റേ കിട്ടിയുള്ളൂ. ഒന്ന് അങ്ങയുടെ കുണ്ട്രയും ഒന്ന് കരുനാഗപ്പള്ളി CR മഹേഷിനും. 11 മണ്ഡലങ്ങളുണ്ട്. ഇക്കുറി എത്ര പിടിക്കും? കാര്യം കൊല്ലത്ത് 5-നപ്പുറം പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഭരണം കിട്ടും. 6 എണ്ണിക്കൊണ്ട് 6 സീറ്റ്. അതായത് ഇടതു ജില്ലയായ ഇടതു മണ്ഡലങ്ങളിലുള്ള കൊല്ലത്ത് 6 പിടിക്കും. സിംഹഭാഗവും 11-ൽ 6 പിടിക്കും. കോൺഫിഡന്റ് ആണ്. ആ കോൺഫിഡൻസ് നമുക്കൊരു പാട്ട് പാടിയാലോ? PC വിശ്വനാഥ് എവിടെ കിട്ടിയാലും നമ്മൾ പാട്ട് പഠിച്ചേ വിടത്തുള്ളൂ. സ്വർണ്ണക്കൊള്ളയുടെ പാട്ടാണോ? രാഹുൽ ഗാന്ധിയെ പഠിപ്പിച്ചതാരാ? PC അല്ലേ? ഞാന് ഡൽഹിയിൽ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളുടെ റാലി ഉണ്ടായിരുന്നു അവിടെ വെച്ച്. കേരള ഹൗസിലെ പത്രക്കാര് രാവിലെ ആദ്യം കൊടുത്താരറിയോ? റിപ്പോർട്ടർ ഞാനാ കൊടുത്തേ. ഞാൻ ലൈവിൽ നിൽക്കുന്ന സമയത്ത് വേറെ ഒരു ചാനലും കൊടുത്തിട്ടില്ല. അപ്പൊ PCR പറയുന്നു PC പാടാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി കുത്തി കൊടുക്കാൻ പറഞ്ഞു. ആ പാട്ട് ഹിറ്റാക്കി നമ്മളാ റിപ്പോർട്ടർ. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ കാശൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ചില പാട്ടുകളൊക്കെ ഞങ്ങൾക്ക് ഗുണമായി. എഴുതിയ ആളെ ആരെന്ന് അറിയത്തില്ല, പാടിയ ആളെ അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് മീഡിയ പോയിട്ടാണ് എഴുതിയ ആളെ കണ്ടെത്തിയത്, പാടിയ ആളെ കണ്ടെത്തിയത്. അപ്പൊ പാട്ടിനെ നമ്മൾ റീലോഞ്ച് ചെയ്തു. ഈ രാഹുൽ ഗാന്ധി പഠിപ്പിച്ചതാരാ? അല്ലല്ലേ, ഞാനൊന്നും അല്ല. ശരി, അപ്പൊ ഒരു പാട്ട്. ഏത് പാട്ട് വേണം? ഈ മൂഡിൽ നിൽക്കുന്നത് കോൺഫിഡൻസ് മൂഡാണല്ലോ. കോൺഫിഡൻസ് മൂഡാണ്. കോൺഫിഡൻസ് മൂഡിലാണല്ലോ നിൽക്കുന്നത്. നാളെ വന്നോ? അല്ലല്ല, ഈ ഒന്ന് വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് പാടാൻ പറയുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നമാണ്. ആവേശത്തിലെ പാട്ട് പാടാം. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ട് നില്ല് ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവനെ തൊഴുവാനായി എന്നും ജനത്തിരക്ക് കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും അണ്ടർ വേൾഡ് ഇല്ലുമിനാറ്റി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാറ്റി. സർക്കാർ ഇല്ലുമിനാറ്റിയാണോ? ഇല്ല, എത്ര സീറ്റ് കിട്ടോ? ഈ വിനായക് ശശികുമാർ ഒരു പുതിയ വാക്കുണ്ടെന്ന് മലയാളത്തിൽ, മല്ലുമിനാറ്റി. ഇത് പറയൂ, എത്ര സീറ്റ് ഫൈനൽ? 100 സീറ്റിന് മുകളിൽ കിട്ടും. 100 100 സീറ്റിന് മുകളിൽ കിട്ടും. നോക്കിക്ക് ഭയങ്കര തരംഗമാണ് നീ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. PC വിഷ്ണുവാണ് നമുക്കപ്പോൾ